ഇന്ന് രാവിലെ ചിക്കൻ സ്റ്റൂ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി അരിഞ്ഞെടുത്തു. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, ഗരം മസാല, നാരങ്ങ നീര് ഇത്രയും കൂടി നന്നായി തിരുമ്മി വെച്ചതിന് ശേഷം പിന്നെ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുന്നുള്ളേ. ഇനി അതവിടെ ഇരുന്ന് വേകട്ടെ. ആ നേരം കൊണ്ട് ഇടിയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി എടുക്കാം. ആവശ്യത്തിന് ഉപ്പും തിളച്ച വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് അതങ്ങ് മാറ്റി വെച്ചേ. അപ്പോഴത്തേക്കും ചിക്കനൊക്കെ ഒരു വിസിലടിച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്ത് ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് വഴറ്റിയെടുത്തിട്ട് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ലാസ്റ്റ് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ നെയ്യിൽ വറുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്കൂടെ വന്നിട്ട് റിച്ച് കൂടെ കുറേ തേങ്ങയൊക്കെ വാരിക്കൊണ്ട് പോയി തിന്നുന്നുണ്ട്. ഇഡ്ഡലിത്തട്ടിലേക്കാക്കി അങ്ങ് അടുപ്പത്തേക്ക് വെച്ചു. അത് വെന്ത് വരുന്നിടം വരെ നോക്കി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയൊക്കെ ഇല എടുത്തുകൊണ്ട് വന്നിട്ട് ഇലക്കകത്തോട്ട് അങ്ങ് ആക്കി. അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇഡ്ഡലിത്തട്ടിൽ വെന്ത് കഴിഞ്ഞപ്പോൾ ഇലയിലയും കൂടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചു. ഇടിയപ്പമൊക്കെ ഞാൻ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ.